ജയിച്ചത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആണെങ്കിൽ പോലും ട്രോഫിയും കപ്പും അടിച്ചെടുത്തത് വൈഭവ് സൂര്യവംശിയാണ്. 15-കാരൻ കഴിഞ്ഞ ദിവസം അടിച്ചെടുത്തത് 5 ഇൻഡിവിജ്വൽ അവാർഡ്സാണ്. ഓറഞ്ച് ക്യാപ്പ്, മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ, എമർജിംഗ് പ്ലെയർ ഓഫ് ദ സീസൺ, സൂപ്പർ സ്ട്രൈക്കർ ഓഫ് ദ സീസൺ, സൂപ്പർ സിക്സസ് ഓഫ് ദ സീസൺ എന്ന് തുടങ്ങിയ അവാർഡുകളാണ് വൈഭവ് സൂര്യവംശി പോസ്റ്റ് ടൂർണമെന്റ് പ്രസന്റേഷന് എടുത്തുകൊണ്ട് പോയത്. അതായത് എല്ലാ അവാർഡുകളും ഏകദേശം ഒരു വ്യക്തിയിലേക്ക് ചുരുങ്ങി എന്നത് മാത്രം. 776 റൺസ് 16 മത്സരങ്ങളിൽ നിന്ന് എടുത്തു. അതുതന്നെയാണ് ഓറഞ്ച് ക്യാപ്പ് ഹോൾഡറായിട്ട് വൈഭവ് സൂര്യവംശിയെ തിരഞ്ഞെടുക്കാനുള്ള കാരണം. സൂപ്പർ സിക്സസ് ഓഫ് ദ സീസൺ 72 സിക്സുകളാണ് ഈ 16 മത്സരങ്ങളിൽ നിന്ന് മാത്രമായിട്ട് വൈഭവ് സൂര്യവംശി എടുത്തത്. സൂപ്പർ സ്ട്രൈക്കർ ഓഫ് ദ സീസൺ 232 ഈ സീസണിൽ വൈഭവ് സൂര്യവംശിയുടെ സ്ട്രൈക്ക് റേറ്റ്. വേറെ ആർക്കും ഈ ടൂർണമെൻറ്റിൽ മൊത്തം എടുത്തു നോക്കിയാൽ 200-ന് മുകളിൽ സ്ട്രൈക്ക് റേറ്റ് ഇല്ല. എമർജിംഗ് പ്ലെയർ ഓഫ് ദ സീസൺ, അത് പുതുതായിട്ട് വരുന്ന പ്ലെയറിന് കൊടുക്കുന്നൊരു അവാർഡാണ്. വൈഭവ് സൂര്യവംശി കഴിഞ്ഞ സീസണിലും ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ ഇത് എമർജിംഗ് പ്ലെയർ അവാർഡും വൈഭവ് സൂര്യവംശിക്ക് കിട്ടുന്നു. മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ ഓഫ് ദ ടൂർണമെൻ്റ് ആയിട്ടും വൈഭവ് സൂര്യവംശിയെ തിരഞ്ഞെടുക്കുകയാണ്. പക്ഷേ ഈ റെക്കോർഡുകളൊന്നും ആദ്യമായിട്ടൊന്നുമല്ലോ നമ്മൾ കാണുന്നത്. അണ്ടർ 19 ക്രിക്കറ്റ് ലോകകപ്പിൽ പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ് അവാർഡ് കിട്ടിയത് വൈഭവ് സൂര്യവംശിക്ക് തന്നെയാണ്. വൈഭവിനല്ലാതെ ആർക്കാണ് ഈ അവാർഡുകളൊക്കെ കൊടുക്കുക എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ഈ 5 ഇൻഡിവിജ്വൽ അവാർഡ് കിട്ടുന്നതിനേക്കാൾ ഉപരി ഒരു ടാറ്റ സിയറ കാറും വൈഭവ് സൂര്യവംശിക്ക് കിട്ടുകയും ചെയ്തു. അങ്ങനെ IPL തുടങ്ങുന്ന ആ ജൈത്രയാത്ര ഇനി ഇന്ത്യൻ സീനിയർ ടീമിലേക്കും കൂടി പ്രവേശിക്കുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. 15 വയസ്സ് കഴിഞ്ഞാൽ ഇന്ത്യൻ ടീമിലേക്ക് കയറാം എന്നുള്ളതാണ് നിബന്ധന. അങ്ങനെ 15 വയസ്സ് 2 മാസങ്ങൾക്ക് മുമ്പാണ് വൈഭവ് സൂര്യവംശിക്ക് തികഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ടീമിലേക്ക് ഉടനെ വിളി വരുമോ എന്ന് കാത്തിരിക്കുകയാണ് വൈഭവും സാധാരണക്കാരായ പ്രേക്ഷകരും. അയർലൻഡിനെതിരെയും ഇംഗ്ലണ്ടിനുമെതിരെയും വൈഭവ് സൂര്യവംശി കളിക്കുമോ എന്നുള്ള ചോദ്യവും വളരെ നിർണായകമാണ്. ടെസ്റ്റ് ടീമിലേക്ക് ഉൾപ്പെടെ വൈഭവിനെ പരിഗണിക്കുമോ എന്നൊരു ചോദ്യമുണ്ട്. അറ്റാക്കിംഗ് പ്ലെയറായിട്ട് മാത്രമാണ് വൈഭവ് സൂര്യവംശിയെ കാണുന്നത്. പക്ഷേ അതുകൊണ്ട് തന്നെ ടെസ്റ്റ് ടീമിലേക്ക് വൈഭവിന് ഇടം കിട്ടുമോ എന്നുള്ള ചോദ്യചിഹ്നത്തിൽ നിൽക്കുകയാണെങ്കിൽ പോലും T20യിലും ഏകദിനത്തിലും എത്രയും വേഗം വൈഭവിനെ ഇന്ത്യൻ ടീമിലേക്ക് തിരഞ്ഞെടുക്കണമെന്ന് നെറ്റിസൻസ് വല്ലാത്ത രീതിയിലുള്ള ജനരോഷം കൂടി ഉയർത്തുന്നുണ്ട്. പക്ഷേ അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ വൈഭവ് സൂര്യവംശി ഓരോ അവാർഡ് കളക്ട് ചെയ്യാൻ വേണ്ടി വന്നപ്പോഴും അവിടെ ചുറ്റും കൂടിയിരുന്ന 1,10,000-ഓളം കാണികൾ എഴുന്നേറ്റ് നിന്നാണ് വൈഭവ് സൂര്യവംശി നേടുന്ന ഓരോ അവാർഡിനും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. മത്സരത്തിന് ശേഷം വിരാട് കോഹ്ലി വൈഭവ് സൂര്യവംശിയോട് സംസാരിക്കുന്നതും ഇന്റർനെറ്റിൽ തരംഗമായി മാറി. വിരാത്തിനെ കണ്ടപാടെ കൈകൂപ്പിക്കൊണ്ടാണ് വൈഭവ് വിരാത്തിനെ വരവേറ്റത്. പിന്നാലെ തോളിൽ കൈയിട്ട് വിരാട് കോഹ്ലി വൈഭവ് സൂര്യവംശിയെ സമാധാനിപ്പിക്കുകയും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു. ദ ലയൺ ടീച്ചിങ് ഹിസ് കബ് ദ ക്രിക്കറ്റിംഗ് സ്കിൽസ് എന്നതായിരുന്നു അടിക്കുറിപ്പോടെ പല പേജുകളിലും ഈ ദൃശ്യങ്ങൾ പടർന്നത് എന്നതും കൂടി സംസാരിക്കേണ്ടി വരും. എന്തായാലും കപ്പും ടൂർണമെൻറ്റും ബാക്ക് ടു ബാക്ക് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ നേടിയെങ്കിൽ പോലും സ്റ്റാർ ഓഫ് ദ ഷോ ആയി മാറിയത് വൈഭവ് സൂര്യവംശി തന്നെ എന്ന് നിസ്സംശയം പറയാം.